അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ ഗുസ്തി താരമായിട്ടുള്ള സാക്ഷി മാലിക്കിന്റെ ആത്മകഥയാണ് വിറ്റ്നസ് എന്ന് പറയുന്നത്. ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സാക്ഷി മാലിക്കിനെ കുറിച്ച് മുൻപ് ചോദ്യം വന്നിട്ടുണ്ട്. ഹായ് ഓൾ, എല്ലാവർക്കും എൻട്രിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ നമ്മള് കഴിഞ്ഞ ഒരാഴ്ചത്തെ കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ പോവാണ്. അതായത് നമ്മുടെ സെപ്റ്റംബർ 1 മുതൽ 7 വരെയുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ തന്നെ ആദ്യം നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും, ക്ലാസ് കാണുന്ന എല്ലാവരും ആ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ താഴെ കമന്റ് ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ ഓരോ ചോദ്യം കഴിയുമ്പോഴും നിങ്ങൾക്ക് എന്തുമാത്രം ഫാക്റ്റുകൾ റീകളക്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഫാക്റ്റുകൾ റീകളക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ മാർക്ക്, എത്ര മാർക്ക് കിട്ടി എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയുക കേട്ടോ. ശരി, അപ്പൊ നമ്മൾ സാധാരണ ലൈവിൽ ചെയ്യുമ്പോൾ തന്നെയാണത്. നമ്മൾ എന്ത് ചെയ്യും, ഓരോ ക്വസ്റ്റ്യൻ ആൻസർ പറയും, അതിനുശേഷം എത്ര മാർക്ക് കിട്ടി എന്നുള്ള കാര്യം നമ്മൾ പറയാറുണ്ട് അല്ലെ. ശരി, അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ആദ്യത്തെ ചോദ്യം എങ്ങനെയാണ്, 2024 പാരീസ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. അപ്പൊ ചോദ്യം എന്ന് പറയുന്നത് എന്താണ്, തെറ്റായ പ്രസ്താവനയാണ് ചോദ്യം എന്ന് പറയുന്നത്. അപ്പൊ തെറ്റായ പ്രസ്താവന നമുക്ക് നോക്കാം. മെഡൽ പട്ടികയിൽ 1-ാം സ്ഥാനം USA-ക്കും 2-ാം സ്ഥാനം ചൈനയ്ക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ 2024 പാരീസ് ഒളിമ്പിക്സിനെ കുറിച്ചാണ് ചോദ്യം. അപ്പൊ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് മെഡൽ പട്ടികയിൽ 1-ാം സ്ഥാനം US-നും 2-ാം സ്ഥാനം ചൈനയ്ക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെന്ന് നമുക്കറിയാം അല്ലെ. എ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 71 എന്നാണ് പറയുന്നത് അല്ലെ. 71-ാം സ്ഥാനത്താണ് ഇന്ത്യ എന്നാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. സോ പാരീസ് ഒളിമ്പിക്സിനെ കുറിച്ച് പഠിച്ചവർക്കറിയാം, അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. 71-ാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ഇനി ഇന്ത്യയുടെ ഏറ്റവും മികച്ച ഒളിമ്പിക്സ് പ്രകടനമായിരുന്നു ഇന്ത്യ പാരീസിൽ കാഴ്ചവെച്ചത് എന്നാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? അല്ല, തെറ്റാണ്. നമുക്കറിയാം ടോക്കിയോ ഒളിമ്പിക്സ് അല്ലെ 2020 അല്ലെങ്കിൽ 2021 നടന്ന ടോക്കിയോ ഒളിമ്പിക്സ് 2020 ഇന്ത്യയുടെ ഏറ്റവും മികച്ച ഒളിമ്പിക് പ്രകടനം ഇന്ത്യ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അത് പാരീസ് ഒളിമ്പിക്സിലല്ല. കാരണം നമുക്ക് ടോക്കിയോ ഒളിമ്പിക്സിൽ ഒരു സ്വർണം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ വെള്ളിയും വെങ്കലവും ഉൾപ്പെടെ 7 മെഡലുകൾ ഉണ്ടായിരുന്നു അല്ലെ. പക്ഷെ നമുക്ക് പാരീസ് ഒളിമ്പിക്സിൽ കിട്ടിയത് 6 മെഡലുകളാണ്. സ്വർണ്ണ മെഡലുകൾ അവിടെ ഇല്ലായിരുന്നു പാരീസ് ഒളിമ്പിക്സിൽ. അപ്പൊ നമുക്ക് ഇന്ത്യയുടെ ഏറ്റവും മികച്ച ഒളിമ്പിക് പ്രകടനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ടോക്കിയോ ഒളിമ്പിക്സ് തന്നെയാണ്. ഇനി 1 വെള്ളിയും 5 വെങ്കലവും ഉൾപ്പെടെ 6 മെഡലുകളാണ് ഇന്ത്യ പാരീസിൽ നേടിയത്. കറക്റ്റ് ആണ് അല്ലെ. നമ്മൾ പറഞ്ഞു ഇന്ത്യക്ക് 6 മെഡലുകളാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അവിടെ ഇന്ത്യക്ക് സ്വർണ്ണം ഇല്ല, 1 വെള്ളി മെഡലും 5 വെങ്കല മെഡലുമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. സോ അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ നിങ്ങൾ നേരത്തെ ടൈപ്പ് ചെയ്യുന്നു വിചാരിക്കുന്നു. ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അടുത്ത ചോദ്യം, 2024 ജനുവരിയിൽ GI ടാഗിൽ പദവി ലഭിച്ച കച്ചി ഖരക് എന്നത് ഏത് സംസ്ഥാനത്തിന്റെ ഈന്തപ്പഴമാണ്? കച്ചി ഖരക് ഏത് സംസ്ഥാനത്തിന്റെയാണ് കച്ചി ഖരക്? നിങ്ങൾ ആൻസർ കമന്റ് ചെയ്യണം. അപ്പൊ ഇവിടെ നോക്കിക്കേ, മഹാരാഷ്ട്ര, ഗുജറാത്ത്, മണിപ്പൂർ, അസം. ഇവിടെ ആൻസർ എന്താണ്? ഗുജറാത്ത് ആണ് അല്ലെ. ഗുജറാത്തിൽ നിന്നുള്ള അവിടുന്ന് GI ടാഗ് പദവി ലഭിച്ചിട്ടുള്ള ഈന്തപ്പഴമാണ് കച്ചി ഖരക് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ നിലവിലെ RBIയുടെ റീപ്പോ നിരക്ക് എത്രയാണ്? നിലവിൽ RBIയുടെ റീപ്പോ നിരക്ക് എത്രയെന്നാണ്? 6.5, 6.25, 6.75%. എത്രയാണ് RBIയുടെ റീപ്പോ റേറ്റ് എന്ന് പറയുന്നത്? റീപ്പോ റേറ്റ് എത്രയാണ്? RBIയുടെ നിലവിലെ റീപ്പോ റേറ്റ് 6.5 ആണ് അല്ലെ. 6.5 ആണ് നിലവിൽ RBIയുടെ റീപ്പോ നിരക്ക് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം. അപ്പൊ നമ്മൾ എത്ര ചോദ്യമായി? 1, 2, 3, 4ാമത്തെ ചോദ്യം അല്ലെ. 4ാമത്തെ ചോദ്യം, മയക്കുമരുന്നിന് ഇരയാകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പോർട്ടലാണ് മാനസ് എന്ന് പറയുന്നത്. മാനസിന്റെ ഹെൽപ്പ് ലൈൻ നമ്പർ എത്ര എന്നാണ് ചോദ്യം. മയക്കുമരുന്നിന് ഇരയാകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പോർട്ടലായിട്ടുള്ള മാനസിന്റെ ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ്? 1930, 1933, 1960, 1966. സോ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് 1930 ആണ് അല്ലെ. 1933 ആണ് അല്ലെ. 1933 ആണ് മാനസിന്റെ ഹെൽപ്പ് ലൈൻ നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ മയക്കുമരുന്നിന് ഇരയാകുന്നവർക്ക് വേണ്ടിയുള്ള പോർട്ടലാണ് മാനസ് എന്ന് പറയുന്നത്. മാനസ് ഹെൽപ്പ് ലൈൻ നമ്പർ 1933 ആണ്. അങ്ങനെയാണെങ്കിൽ 1930 എന്താണെന്നുള്ള കാര്യം നിങ്ങൾ പറയണം. PSCയുടെ ഒരു PQ ആണ്. 1930 എന്താണെന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, പറയുക. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ, 4ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്.
അടുത്ത നോക്കിക്കേ, 2023-24 എക്കണോമിക് സർവേ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മില്ലറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് എന്നാണ് ചോദ്യം. 2023-24 സർവേ പ്രകാരം, ഇക്കണോമിക് സർവേ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് അല്ലെ. ഓക്കെ, അപ്പോ ഈ ഒരു എക്കണോമിക് സർവേ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മില്ലറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത്, തെലങ്കാന, രാജസ്ഥാൻ, ഹരിയാന എന്നൊക്കെ തന്നിട്ടുണ്ട്. സോ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ആൻസർ പറഞ്ഞ ഏത് സംസ്ഥാനമാണ്? ഓക്കെ, ഏത് സംസ്ഥാനമാണ്? യെസ്, രാജസ്ഥാനാണ് അല്ലെ. രാജസ്ഥാനാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മില്ലറ്റുകൾ. ഓക്കെ, മില്ലറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ചെറുധാന്യം അല്ലെ, ചെറുധാന്യങ്ങൾ. ഇപ്പൊ 2023-24 എക്കണോമിക് സർവേ പ്രകാരം നമുക്ക് നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചെറുധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് രാജസ്ഥാനാണ്. ഓക്കെ, അടുത്ത ചോദ്യം. ഓക്കെ, ആറാമത്തെ ചോദ്യമാണ്. 2024 ലോക്സഭാ ഇലക്ഷനിൽ കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ പോളിംഗ് നിരക്ക് രേഖപ്പെടുത്തിയ മണ്ഡലം ഏതാണ്? വടകര, തൃശ്ശൂര്, തിരുവനന്തപുരം, കണ്ണൂർ. ഓക്കെ, ആൻസർ പറഞ്ഞ നിങ്ങൾ. യെസ്, ഇതിന്റെ ആൻസർ വടകരയാണ് അല്ലെ. വടകര, ഓപ്ഷൻ എ ആണ് ആൻസർ. നമ്മുടെ 18ാമത് ലോക്സഭാ ഇലക്ഷനിൽ കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ പോളിംഗ് നിരക്ക് രേഖപ്പെടുത്തിയ മണ്ഡലം വടകരയാണ്. അടുത്തത് ഏഴാമത്തെ ചോദ്യം. 2026 നടക്കുന്ന 19ാമത് മെൻസ് 2020 ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം അഥവാ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? നമുക്കിപ്പോ 2024 നമ്മുടെ 2020 ലോകകപ്പ് നടന്നിട്ടുണ്ടായിരുന്നത് USA-യും വെസ്റ്റ് ഇൻഡീസും ആയിരുന്നു വേദി എന്ന് പറയുന്നത് അല്ലെ. അതിലെ ജേതാക്കളായത് ഇന്ത്യയാണെന്ന് നമുക്കറിയാം. ഓക്കെ, 9ാമത് നമ്മുടെ 2020 മെൻസ് 2020 വേൾഡ് കപ്പ് ജേതാക്കൾ ഇന്ത്യ ആയിരുന്നു. അടുത്തത് 2026 അടുത്ത നമ്മുടെ പുരുഷ 2020 ലോകകപ്പ് നടക്കാൻ പോകുന്നത്. അതിന് വേദിയാകുന്ന രാജ്യങ്ങൾ ഏതൊക്കെയെന്നാണ് ചോദ്യം. ആൻസർ വന്നിട്ട് ഇന്ത്യയും ശ്രീലങ്കയും ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. 7ന്റെ ആൻസർ ഓപ്ഷൻ സി, ഇന്ത്യ ആൻഡ് ശ്രീലങ്ക. അടുത്തത് 8ാമത്തെ ചോദ്യം. ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള ഇന്ത്യയിലെ ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏത് എന്നാണ് ചോദ്യം. അപ്പൊ നിങ്ങൾക്കറിയാവുന്നതുപോലെ 2024 ജൂലൈ 1 നമ്മുടെ പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നത്. ഭാരതീയ ന്യായ സംഹിതയും ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയും അതുപോലെ തന്നെ ഭാരതീയ സാക്ഷിയൊക്കെ നിലവിൽ വന്നത് 2024 ജൂലൈ 1 സോ ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള ഇന്ത്യയിലെ ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്ത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് എവിടെയാണ്? യെസ്, മധ്യപ്രദേശിലെ ഹനുമാൻഗഞ്ച് പോലീസ് സ്റ്റേഷനിലാണ് അല്ലെ. മധ്യപ്രദേശിലെ ഹനുമാൻഗഞ്ച് പോലീസ് സ്റ്റേഷനിലാണ് ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള ഇന്ത്യയിലെ ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്തത്. ഇനി കേരളത്തിലെ ആദ്യത്തെ കേസ് റിപ്പോർട്ട് ചെയ്ത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് മലപ്പുറം കൊണ്ടോട്ടിയിലാണ് ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള കേരളത്തിലെ ആദ്യത്തെ കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് 8 ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ എത്ര പേർക്ക് 8ൽ 8 മാർക്കും കിട്ടി എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക. എത്ര പേർക്കാണ് 8ൽ 8 മാർക്കും കിട്ടി എന്നുള്ള കാര്യം തീർച്ചയായിട്ടും എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക. ഓക്കെ, ശരി. നമുക്കിനി നമ്മുടെ കറണ്ട് അഫയേഴ്സിലേക്ക് പോകാം. നമ്മുടെ വീക്ക്ലി CA നമുക്ക് പോകാം. അപ്പൊ നമുക്ക് ആദ്യം നോക്കാനുള്ളത് ചില ദിവസങ്ങളുടെ പ്രത്യേകതയെ കുറിച്ചാണ് നോക്കാനുള്ളത്. സെപ്റ്റംബർ 2 പ്രത്യേകത നമുക്ക് നോക്കാം. അന്താരാഷ്ട്ര നാളികേര ദിനമാണ് സെപ്റ്റംബർ 2 എന്ന് പറയുന്നത്. അന്താരാഷ്ട്ര നാളികേര ദിനമാണ്. 2024 അന്താരാഷ്ട്ര നാളികേര ദിനത്തിന്റെ പ്രമേയം നോക്കിക്കേ. കോക്കനട്ട് ഫോർ എ സർക്കുലർ ഇക്കോണമി, ബിൽഡിംഗ് പാർട്ട്ണർഷിപ്പ് ഫോർ മാക്സിമം വാല്യൂ എന്നുള്ളതാണ്. കോക്കനട്ട് ഫോർ എ സർക്കുലർ ഇക്കോണമി, ബിൽഡിംഗ് പാർട്ട്ണർഷിപ്പ് ഫോർ മാക്സിമം വാല്യൂ. ഒരു വൃത്താകൃതിയിലുള്ള സമ്പദ് വ്യവസ്ഥയ്ക്കുള്ള നാളികേരം പരമാവധി മൂല്യത്തിനായിട്ടുള്ള പങ്കാളിത്തം കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് 2024 അന്താരാഷ്ട്ര നാളികേര ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. ഓക്കെ, 2009 മുതലാണ് ഈ ഒരു നാളികേര ദിനം, അന്താരാഷ്ട്ര നാളികേര ദിനത്തിന്റെ പ്രചാരണം എന്ത് ചെയ്തത്, അല്ലെങ്കിൽ ആ ഒരു ദിനം ആചരിച്ചു തുടങ്ങിയത്. അപ്പൊ പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കർണാടകയാണ്. കേരളത്തിന് 3ാം സ്ഥാനമാണ്. അപ്പൊ പേരിൽ കേരളം ഉണ്ടെങ്കിലും കേരളം നമുക്കിപ്പോ പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം കേരളത്തില് നാളികേരത്തിന്റെ ഉൽപാദനം കുറഞ്ഞു വരികയാണ്. ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് കർണാടക തന്നെയാണ്. 3ാം സ്ഥാനമാണ് കേരളത്തിനുള്ളത്. അപ്പോൾ അന്താരാഷ്ട്ര നാളികേര ദിനം എന്നാണെന്ന് ചോദിച്ചാൽ സെപ്റ്റംബർ 2 അന്താരാഷ്ട്ര നാളികേര ദിനം.
അതുപോലെ തന്നെ സെപ്റ്റംബർ 1 മുതൽ 7 വരെയാണ് നമ്മൾ എന്താഘോഷിക്കുന്നത്? ദേശീയ പോഷകാഹാര വാരമായിട്ട് ആചരിക്കുന്നത്. ദേശീയ പോഷകാഹാര വാരമായിട്ട് നമ്മൾ ആചരിക്കുന്നത് എന്നാണ്? സെപ്റ്റംബർ 1 മുതൽ 7 വരെയാണ്. ഓക്കെ, ആ ഒരാഴ്ച, അതായത് നമ്മൾ ഇപ്പൊ പഠിക്കുന്ന ഈ ഒരു ആഴ്ച ദേശീയ പോഷകാഹാര വാരമായിരുന്നു. ഓക്കെ, നാഷണൽ ന്യൂട്രീഷൻ വീക്ക് ആയിരുന്നു. അപ്പോ അതിന്റെ പ്രമേയം നോക്കാം. എല്ലാവർക്കും പോഷകാഹാരം എന്നുള്ളതാണ് 2024 ദേശീയ പോഷകാഹാര വാരത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. ന്യൂട്രീഷ്യസ് ഡയറ്റ്സ് ഫോർ എവരി വൺ എന്നുള്ളതാണ്. എല്ലാവർക്കും പോഷകാഹാരം എന്നുള്ളതാണ് 2024 ദേശീയ പോഷകാഹാര വാരത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. ഇനി സെപ്റ്റംബർ 5 നിങ്ങൾക്ക് എല്ലാം അറിയാവുന്നതുപോലെ തന്നെ ദേശീയ അധ്യാപക ദിനമാണ്, അല്ലെ? ദേശീയ അധ്യാപക ദിനമാണ്. ആരുടെ ജന്മദിനമാണ് നമ്മൾ ദേശീയ അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്നത്? യെസ്, നമ്മുടെ ഇന്ത്യയുടെ 2ാമത്തെ രാഷ്ട്രപതിയും അധ്യാപകനുമായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനം, അല്ലെ? അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് നമ്മൾ എന്തായിട്ട് ആചരിക്കുന്നത്? ദേശീയ അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്നത്. 1962 മുതലാണ് ഇന്ത്യയിൽ അധ്യാപക ദിനമായിട്ട് ആചരിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് ഓർത്തുവെക്കുക കേട്ടോ. അപ്പൊ ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്നത്? LGSകാർക്ക് ചോദിക്കാൻ പറ്റിയ ചോദ്യം, അല്ലെ? ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് ഇന്ത്യയിൽ അധ്യാപക ദിനമായിട്ട് 1962 മുതൽ ആചരിച്ചു വരുന്നത്. ഇനി അടുത്തത് നമ്മുടെ കേരള ടൂറിസത്തിന് കിട്ടിയ ഒരു പുരസ്കാരത്തെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇത് മുൻപ് PQ ആയിട്ട് PS ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. പാറ്റ പുരസ്കാരം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പാറ്റ പുരസ്കാരം. പാറ്റ എന്ന് പറയുന്നത് പസഫിക്, പാറ്റയുടെ ഫുൾ ഫോം ഞാൻ ദാ ഇവിടെ എഴുതിയിടാം. പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷൻ. പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷൻ, അതാണ് പാറ്റ എന്ന് പറയുന്നത്. അപ്പോ ഈ ഒരു പാറ്റ പുരസ്കാരം ഇനി എന്തിനാണ് നൽകുന്നത് നോക്കാം. എല്ലാ പുരസ്കാരങ്ങളും നൽകുന്നതിന് ഒരു കാരണം ഉണ്ടല്ലോ. സോ പാറ്റ പുരസ്കാരം നൽകുന്നത് ടൂറിസം മേഖലയിൽ ഒരുപാട് ഇനിഷ്യേറ്റീവുകൾ കൊണ്ടുവരുന്ന സംസ്ഥാന ടൂറിസങ്ങൾക്ക്, ഓക്കെ, അതായത് പുതിയ പുതിയ ഇനിഷ്യേറ്റീവുകൾ കൊണ്ടുവരിക, ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ടും ടൂറിസം വളർത്തുന്നതിനുമായിട്ടും ഒക്കെ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുക, പ്രചാരണങ്ങൾ നടത്തുക എന്നുള്ള കാര്യങ്ങൾ കണക്കിലെടുത്തിട്ടാണ് ഈ ഒരു പാറ്റ സുവർണ പുരസ്കാരം നൽകുന്നത്. അപ്പോൾ ടൂറിസം മേഖലയിലെ ഈ ഒരു നൂതന പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് 2024 പാറ്റ സുവർണ പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കേരള ടൂറിസത്തിനാണ്. അല്ലെ? നമ്മുടെ ഉത്തരവാദിത്ത ടൂറിസം മിഷൻ കേരള ടൂറിസത്തിനാണ് എന്ത് ലഭിച്ചിട്ടുണ്ടായിരുന്നത്? 2024 പാറ്റ പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ഏതെങ്കിലുമൊക്കെ ഇനിഷ്യേറ്റീവുകൾക്കായിരിക്കും ഒരു പുരസ്കാരം നൽകുന്നത്. നമ്മുടെ കേരള ടൂറിസം വകുപ്പിന്റെ ഹോളിഡേ ഹീസ്റ്റ് എന്ന് പറയുന്ന ഗെയിം ക്യാമ്പയിൻ ആണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഹോളിഡേ ഹീസ്റ്റ് എന്ന് പറയുന്ന ഗെയിം ക്യാമ്പയിന്, അതായത് ടൂറിസ്റ്റുകളെ, നമ്മുടെ വിനോദസഞ്ചാരികളെ ആകർഷിക്കാനായിട്ട് നമ്മുടെ കേരള ടൂറിസത്തിന്റെ ഔദ്യോഗിക വാട്സാപ്പ് ചാറ്റിലൂടെയാണ് ഒരു മാസം ഈ ഒരു ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഔദ്യോഗിക വാട്സാപ്പ് ചാറ്റിലൂടെ. അപ്പൊ അങ്ങനെ നടത്തിയിട്ടുണ്ടായിരുന്ന ഈ ഒരു ഹോളിഡേ ഹീസ്റ്റിലൂടെ ഒരുപാട് വിനോദസഞ്ചാരികളെ ആകർഷിക്കാനും അത് ടൂറിസത്തിന്റെ വളർച്ചയ്ക്കും കാരണമായതുകൊണ്ടാണ് 2024 പാറ്റ പുരസ്കാരം ആർക്ക് ലഭിച്ചത്? നമ്മുടെ കേരള ടൂറിസത്തിന് ലഭിച്ചത്. ഇനി മറക്കില്ലല്ലോ നിങ്ങൾ. അടുത്തതിലേക്ക് പോകാം. നമ്മുടെ രാജ്യത്തെ സ്മാർട്ട് വ്യവസായ നഗര ഇടനാഴി, ഓക്കെ, അതായത് ഇൻഡസ്ട്രിയൽ കോറിഡോർസ് ഒരു രാജ്യത്തിന്റെ വളർച്ചയ്ക്കായിട്ട്, പ്രത്യേകിച്ച് ഇന്ത്യയെ പോലുള്ള ഒരു വളരുന്ന ഒരു സമ്പദ് വ്യവസ്ഥയുള്ള രാജ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ കോറിഡോർസ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പോ നമ്മുടെ ഈ ഒരു സ്മാർട്ട് ഇൻഡസ്ട്രിയൽ കോറിഡോർസ് നമുക്ക് നമ്മുടെ രാജ്യത്ത് മൊത്തത്തില് 6 ഇൻഡസ്ട്രിയൽ കോറിഡോർസ് ആണ് വരുന്നത്. എത്ര ഇൻഡസ്ട്രിയൽ കോറിഡോർസ് ആണ് വരുന്നത്? 6 ഇൻഡസ്ട്രിയൽ കോറിഡോർസ് ആണ് വരാൻ പോകുന്നത്. 6 ഇൻഡസ്ട്രിയൽ കോറിഡോർസിൽ 12 വ്യവസായ നഗരങ്ങൾ. ഓക്കെ, 6 ഇൻഡസ്ട്രിയൽ കോറിഡോർസ് ഉണ്ട്. ആ 6 ഇൻഡസ്ട്രിയൽ കോറിഡോർസിലും കൂടെ, അല്ലെങ്കിൽ ആ 6 വ്യവസായ ഇടനാഴികളിലൂടെ 12 വ്യവസായ നഗരങ്ങളെ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ഈ വ്യവസായ നഗര ഇടനാഴിയിൽ കേന്ദ്രത്തിന്റെ അനുമതി ലഭിച്ചത് കേരളത്തിലെ ഏത് ജില്ലയ്ക്കാണെന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ലയ്ക്കാണ്. പാലക്കാട് ജില്ല.
അപ്പൊ നമുക്ക് ആദ്യം ആ 6 വ്യവസായ ഇടനാഴികളെ ഒന്ന് നോക്കാം. ആദ്യത്തെ വ്യവസായ ഇടനാഴി എന്ന് പറയുന്നത് ഡൽഹി മുംബൈ ആണ്. ഡൽഹി മുംബൈ ആദ്യത്തെ വ്യവസായ ഇടനാഴി എന്ന് പറയുന്നത് ഡൽഹി മുംബൈ. ഇതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള മേഖലകളാണ് കേട്ടോ. രണ്ടാമത്തെ ഇടനാഴി നോക്കിക്കേ, കൊൽക്കത്ത അമൃത്സർ ആണ്. അമൃത്സർ കൊൽക്കത്തയാണ് രണ്ടാമത്തെ ഇടനാഴി എന്ന് പറയുന്നത്. അടുത്തത് നോക്കിക്കേ, ഹൈദരാബാദ് നാഗ്പൂർ ആണ്. ഹൈദരാബാദ് നാഗ്പൂർ ആണ് മൂന്നാമത്തെ ഇടനാഴി എന്ന് പറയുന്നത്. അടുത്തതാകട്ടെ ഹൈദരാബാദ് ബംഗളൂരു ആണ്. ഹൈദരാബാദ് ബംഗളൂരു ആണ് നാലാമത്തെ ഇടനാഴി എന്ന് പറയുന്നത്. അടുത്തത് വിശാഖപട്ടണം ചെന്നൈ ആണ് അടുത്ത ഇടനാഴി എന്ന് പറയുന്നത്. വിശാഖപട്ടണം ചെന്നൈ. അടുത്തത് ചെന്നൈ ബംഗളൂരു ആണ് അടുത്ത ഇടനാഴി എന്ന് പറയുന്നത്. ചെന്നൈ ബംഗളൂരു. അപ്പോൾ ഡൽഹി മുംബൈ, കൊൽക്കത്ത അമൃത്സർ, ഹൈദരാബാദ് നാഗ്പൂർ, ഹൈദരാബാദ് ബംഗളൂരു, വിശാഖപട്ടണം ചെന്നൈ, ചെന്നൈ ബംഗളൂരു. ഇങ്ങനെ 6 വ്യവസായ ഇടനാഴികളില് നമ്മുടെ ചെന്നൈ ബംഗളൂരു ഉണ്ടല്ലോ, ചെന്നൈ ബംഗളൂരു എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ ചെന്നൈ ബംഗളൂരു ആ ഒരു ഇടനാഴിയിലാണ് പാലക്കാട് എന്ന് പറയുന്ന വ്യവസായ നഗരം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു ഇടനാഴിയിൽ ഓക്കെ, ചെന്നൈ ബംഗളൂരു ഇടനാഴിയിലാണ് ഈ ഒരു പാലക്കാട് ഉൾപ്പെട്ടിരിക്കുന്നത്. രാജ്യത്തെ വ്യവസായ ഇടനാഴികളെ തമ്മിൽ ബന്ധിപ്പിച്ച് രാജ്യത്താകെ സ്ഥാപിക്കുന്ന 12 സ്മാർട്ട് സിറ്റികളിൽ ഒന്നായിട്ടാണ് പാലക്കാട് വരുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് 6 വ്യവസായ ഇടനാഴികളുണ്ട്. ഈ 6 വ്യവസായ ഇടനാഴികളെ ബന്ധിപ്പിക്കുന്ന 12 നഗരങ്ങളുണ്ട്. ആ 12 നഗരങ്ങളിൽ ഒന്നാണ് പാലക്കാട്. ഇനി പാലക്കാട് ഏത് വ്യവസായ ഇടനാഴിയുടെ കീഴിലാണെന്ന് ചോദിച്ചാൽ ചെന്നൈ ബംഗളൂരു വ്യവസായ ഇടനാഴിയുടെ കീഴിലാണ് പാലക്കാട് വരുന്നത്. വികസിത് ഭാരത് പദ്ധതി പ്രകാരമാണ് ഈ ഒരു സ്മാർട്ട് സിറ്റി, വ്യവസായ സ്മാർട്ട് സിറ്റികൾ എന്ത് ചെയ്യുന്നത്, നിലവിൽ വരുന്നത്. ഓക്കെ, ശരി, അടുത്തതിലേക്ക് പോകാം. അടുത്തത് ഒരു സെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോമിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ള, ഒരു കേന്ദ്രീകൃത പ്ലാറ്റ്ഫോം. ജോലി സ്ഥലത്ത് പലപ്പോഴും ഏറ്റവും കൂടുതൽ സെക്ഷൽ അസോൾട്ട് വനിതകൾക്കെതിരെ നടക്കുന്നത് ജോലി സ്ഥലത്താണ് അല്ലെ. ഇപ്പൊ ജോലി സ്ഥലത്ത് സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക പീഡന പരാതികൾ രജിസ്റ്റർ ചെയ്യുന്നതിനും നിരീക്ഷിക്കുന്നതിനുമായിട്ട് നമ്മുടെ വനിതാ ശിശു വികസന മന്ത്രാലയം കൊണ്ടുവന്നിട്ടുള്ള സെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോം ആണ് ഷീ ബോക്സ് എന്ന് പറയുന്നത്. ഷീ ബോക്സ്. ഓക്കെ, അപ്പൊ എന്താണ് ഷീ ബോക്സ്? ഷീ ബോക്സ് എന്ന് പറയുന്നത് ഒരു സെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോം ആണ്, കേന്ദ്രീകൃത പ്ലാറ്റ്ഫോം ആണ് ഷീ ബോക്സ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ജോലി സ്ഥലത്ത് സ്ത്രീകൾക്കെതിരായിട്ടുള്ള ലൈംഗിക പീഡന പരാതികൾ രജിസ്റ്റർ ചെയ്യുന്നതിനും അത് നിരീക്ഷിച്ച് പരിഹരിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള പ്ലാറ്റ്ഫോം ആണ് ഷീ ബോക്സ് എന്ന് പറയുന്നത്. അടുത്തത്, നമ്മുടെ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം ഏകീകൃത പെൻഷൻ പദ്ധതി ഒരു സംസ്ഥാനത്ത് നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഏത് സംസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ഈ ഏകീകൃത പെൻഷൻ പദ്ധതി നടപ്പിലാക്കിയെന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്രയിലാണ്. അപ്പൊ മഹാരാഷ്ട്രയിലാണ് 2024 സെപ്റ്റംബറിൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ഏകീകൃത പെൻഷൻ പദ്ധതി അഥവാ UPS, യൂണിഫൈഡ് പെൻഷൻ സ്കീം നടപ്പിലാക്കിയത്. ഏത് സംസ്ഥാനത്താണ് ആദ്യം നടപ്പിലാക്കിയെന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്രയിലാണ് നടപ്പിലാക്കിയത്. ഓക്കെ, ഇനി നമുക്ക് പാരീസ് പാരാലിമ്പിക്സിലേക്ക് പോകാം. പാരീസ് പാരാലിമ്പിക്സിലേക്ക് നോക്കിക്കേ, 2024 പാരാലിമ്പിക്സ് അത്ലറ്റിക്സിൽ രാജ്യത്തിലെ ആദ്യ മെഡൽ ജേതാവ് പ്രീതി പാലാണ്. പ്രീതി പാലാണ് 2024 പാരീസ് പാരാലിമ്പിക്സിലെ അത്ലറ്റിക്സിൽ രാജ്യത്തിന്റെ ആദ്യ മെഡൽ ജേതാവ് എന്ന് പറയുന്നത്. വനിതകളുടെ 100 മീറ്റർ ഓട്ടത്തിൽ പ്രീതി വെങ്കലമാണ് നേടിയിട്ടുണ്ടായിരുന്നത്. വനിതകളുടെ 100 മീറ്റർ ഓട്ടത്തിൽ പ്രീതി വെങ്കലമാണ് നേടിയിട്ടുണ്ടായിരുന്നത്. ഉത്തർപ്രദേശ് സ്വദേശിയാണ് പ്രീതി പാൽ എന്ന് പറയുന്നത്. പ്രീതി പാല് ഉത്തർപ്രദേശ് സ്വദേശിയാണ്. ഓക്കെ, പ്രീതി പാല് ഉത്തർപ്രദേശ് സ്വദേശിയാണ്. അപ്പൊ പ്രീതി പാലിനെ കുറിച്ച് മറ്റൊരു കാര്യം കൂടി പഠിക്കാനുണ്ട്. അത്ലറ്റിക്സില് ഒരു പാരാലിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയും പ്രീതി പാല് തന്നെയാണ്. അത്ലറ്റിക്സില് ഒരു പാരാലിമ്പിക്സിൽ 2 മെഡൽ നേടിയ വനിത. അതായത് ഇവിടെ നമ്മുടെ വനിതകളുടെ 100 മീറ്റർ ഓട്ടത്തിൽ പ്രീതിക്ക് വെങ്കലം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വനിതകളുടെ 200 മീറ്റർ T35 വിഭാഗത്തിൽ ആർക്ക് വെങ്കലം കിട്ടി? പ്രീതി പാലിന് വെങ്കലം കിട്ടി. അപ്പം പാരീസ് പാരാലിമ്പിക്സില് അത്ലറ്റിക്സില് 2 മെഡലാണ് പ്രീതി പാലിന് കിട്ടിയത്. ഒന്ന് 100 മീറ്ററിനും മറ്റൊന്ന് 200 മീറ്ററിനും. രണ്ടിലും ആർക്ക് വെങ്കലം കിട്ടി? പ്രീതി പാലിന് വെങ്കലം കിട്ടി. അപ്പോൾ
ഒരു പാരാലിമ്പിക്സിൽ അത്ലറ്റിക്സിൽ 2 മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് പ്രീതി പാൽ എന്ന് പറയുന്നത്. ഇനി ഒരു ഒളിമ്പിക്സിൽ 2 മെഡലുകൾ നേടിയ ആദ്യ ഇന്ത്യൻ താരം ആരാണെന്ന് ചോദിച്ചാൽ അത് മനു ഭാക്കർ ആണ് അല്ലെ. നമ്മുടെ പാരീസ് ഒളിമ്പിക്സിൽ മനു ഭാക്കറിന് ഷൂട്ടിങ്ങിൽ 2 മെഡൽ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇവർ രണ്ടുപേരെ ഒന്ന് ഓർത്ത് വെക്കണം, പ്രീതി പാലിനെ മനു ഭാക്കറിനെ. ഓക്കെ, ഇനി നമ്മുടെ പാരാലിമ്പിക്സിൽ വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ ഷൂട്ടിങ്ങിൽ സ്വർണ്ണ മെഡൽ നേടിയത് അവനി ലഖാരയാണ്. അവനി ലഖാര നമ്മുടെ ടോക്കിയോ ഒളിമ്പിക്സിലെയും താരമാണ്. ടോക്കിയോ പാരാലിമ്പിക്സിലെയും താരമാണ് ആരെന്ന് പറയുന്നത് അവനി ലഖാര എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അവനി ലഖാര രാജസ്ഥാൻ സ്വദേശിയാണ്. അവിടെ നോക്കിക്കേ, അവനി ലഖാരയ്ക്ക് വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ ഷൂട്ടിങ്ങിലാണ് ഇപ്രാവശ്യം സ്വർണ്ണ മെഡൽ കിട്ടിയത്. 10 മീറ്റർ എയർ റൈഫിൾ ഷൂട്ടിംഗ് വിഭാഗത്തിൽ. ഇനി ഇതേ ഇനത്തിൽ, അതായത് വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ ഷൂട്ടിംഗ് വിഭാഗത്തില് മോന അഗർവാളിന്, ഇന്ത്യയുടെ മോന അഗർവാളിന് വെങ്കല മെഡലും ഉണ്ടായിരുന്നു. മോന അഗർവാളിന്. ഇനി പുരുഷന്മാരുടെ 10 മീറ്റർ എയർ പിസ്റ്റളിൽ മനീഷ് നർവാളിന് വെള്ളിയായിരുന്നു ഉണ്ടായിരുന്നത്, പുരുഷന്മാരുടെ 10 മീറ്റർ എയർ പിസ്റ്റളില്. ഇനി വനിതകളുടെ 100 മീറ്റർ ഓട്ടത്തിൽ നമ്മുടെ പ്രീതി പാൽ വെങ്കലം നേടിയ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഇനി 2024 പാരീസ് പാരാലിമ്പിക്സിൽ വനിതകളുടെ ബാഡ്മിന്റൺ SU5 വിഭാഗത്തിൽ വെള്ളി മെഡൽ കരസ്ഥമാക്കിയ ഇന്ത്യൻ താരമാണ് തുളസിമതി മുരുകേശൻ എന്ന് പറയുന്ന തുളസിമതി മുരുകേശൻ. അപ്പോൾ പാരാലിമ്പിക്സിൽ വനിതകളുടെ ബാഡ്മിന്റൺ SU5 വിഭാഗത്തിലാണ് തുളസിമതി മുരുകേശന് എന്ത് ലഭിച്ചിട്ടുണ്ടായിരുന്നത്, വെള്ളി മെഡൽ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. വനിതകളുടെ ഈ ഒരു ബാഡ്മിന്റൺ SU5 വിഭാഗത്തില് മനീഷ രാമദാസ് ഇന്ത്യക്കായിട്ട് വെങ്കല മെഡലും കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നു. മനീഷ രാമദാസ് ഇന്ത്യക്കായിട്ട് വെങ്കല മെഡലും കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ പാരാലിമ്പിക്സില് പുരുഷന്മാരുടെ ഡിസ്കസ് ത്രോ F56 വിഭാഗത്തില് വെള്ളി മെഡൽ സ്വന്തമാക്കിയ ഇന്ത്യൻ താരമാണ് യോഗേഷ് കത്തൂനിയ എന്ന് പറയുന്ന യോഗേഷ് കത്തൂനിയ. അപ്പോൾ യോഗേഷ് കത്തൂനിയയ്ക്ക് പുരുഷന്മാരുടെ ഡിസ്കസ് ത്രോയിലാണ് വെള്ളി മെഡൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. പുരുഷന്മാരുടെ ഡിസ്കസ് ത്രോയില് യോഗേഷ് കത്തൂനിയയ്ക്ക് വെള്ളി മെഡൽ. ഇനി പുരുഷന്മാരുടെ ഹൈ ജമ്പ് T47 വിഭാഗത്തിൽ വെള്ളി മെഡൽ കിട്ടിയത് നിഷാദ് കുമാറിനാണ്. പുരുഷന്മാരുടെ ഹൈ ജമ്പ് വിഭാഗത്തിൽ വെള്ളി മെഡൽ സ്വന്തമാക്കിയ ഇന്ത്യൻ താരമാണ് നിഷാദ് കുമാർ. പാരാലിമ്പിക്സില് ജാവലിൻ ത്രോയിൽ F46 വിഭാഗത്തിൽ വെള്ളി മെഡൽ കരസ്ഥമാക്കിയ ഇന്ത്യൻ താരമാണ് അജിത് സിംഗ് എന്ന് പറയുന്ന അജിത് സിംഗ്. ഇതേ വിഭാഗത്തില് സുന്ദർ സിംഗ് ഗുർജാറിന് ഇന്ത്യക്കായിട്ട് വെങ്കല മെഡലും ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇത് കേട്ട് കഴിയുമ്പോൾ കുറെ ആളുകൾക്ക് എന്തൊക്കെയോ വെള്ളി സ്വർണ്ണമൊക്കെ കിട്ടിയിട്ടുണ്ടെന്നായിരിക്കും നിങ്ങളുടെ മനസ്സിലേക്ക് വരും. നിങ്ങൾ പേടിക്കേണ്ട, നെക്സ്റ്റ് ടൈം നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്താം കേട്ടോ. ഈ പാരാലിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇപ്പൊ പഠിച്ചു പോകുന്നു, പക്ഷെ അവിടെ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇവിടെ പഠിച്ചു പോകണം. ഇവിടെ പഠിച്ചു പോയിട്ട് മാത്രം അവിടെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടേ കാര്യമുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ജാവലിൻ ത്രോയ്ക്ക് ഇന്ത്യക്ക് വേണ്ടി മെഡൽ വാങ്ങിയിട്ടുണ്ടായിരുന്ന പാരാലിമ്പിക്സിൽ അജിത് സിംഗ് ആണ്. ഇനി പാരാലിമ്പിക്സിൽ ഹൈ ജമ്പിംഗ് വിഭാഗത്തിൽ വെള്ളി മെഡൽ കരസ്ഥമാക്കിയത് ശരത് കുമാർ ആണ്. ഈ ഹൈ ജമ്പിൽ തന്നെ മാരിയപ്പൻ തങ്കവേലു ഇന്ത്യക്കായിട്ട് വെങ്കല മെഡൽ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹൈ ജമ്പ് വിഭാഗത്തില് വെള്ളി മെഡൽ കരസ്ഥമാക്കിയ ഇന്ത്യൻ താരമാണ് ശരത് കുമാർ എന്ന് പറയുന്നത്. ഹൈ ജമ്പ് വിഭാഗത്തിൽ വെള്ളി മെഡൽ കരസ്ഥമാക്കിയ ഇന്ത്യൻ താരമാണ് ശരത് കുമാർ. ഇതേ ഹൈ ജമ്പ് വിഭാഗത്തില് മാരിയപ്പൻ തങ്കവേലുവിന് വെങ്കലം ഉണ്ടായിരുന്നു ഇന്ത്യക്കായിട്ട്. ഇനി പാരാലിമ്പിക്സിൽ വനിതകളുടെ 400 മീറ്റർ T20 വിഭാഗത്തിൽ ഇന്ത്യക്കായിട്ട് വെങ്കല മെഡൽ സ്വന്തമാക്കിയ വ്യക്തിയാണ് ദീപ്തി ജീവൻജി എന്ന് പറയുന്ന വനിതകളുടെ 400 മീറ്റർ വിഭാഗത്തിലാണ്, T20 വിഭാഗത്തിലാണ് ദീപ്തി ജീവൻജിക്ക് വെങ്കല മെഡൽ ഉണ്ടായിരുന്നത്. ഇനി നമ്മുടെ പാരാലിമ്പിക്സിൽ അമ്പെയ്ത്തിൽ മിക്സഡ് ടീം ഇനത്തിൽ ഇന്ത്യക്ക് ഒരു വെങ്കല മെഡൽ ഉണ്ടായിരുന്നു. അത് കരസ്ഥമാക്കിയ ഇന്ത്യൻ സഖ്യമാണ് രാകേഷ് കുമാറും ശീതൾ ദേവിയുമാണ് നമ്മുടെ പാരാലിമ്പിക്സിൽ അമ്പെയ്ത്തിൽ ആർച്ചറിയില് മിക്സഡ് ടീം ഇനത്തിൽ ഇന്ത്യക്കായിട്ട് വെങ്കല മെഡൽ കരസ്ഥമാക്കിയ സഖ്യം എന്ന് പറയുന്ന രാജേഷ് കുമാറും ശീതൾ ദേവിയുമാണ്. ഇനി പുരുഷന്മാരുടെ ക്ലബ് ത്രോയിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത് ധരംബീർ ആണ്.
പ്രണവ് സൂർമയ്ക്ക് വെള്ളിയും ഉണ്ടായിരുന്നു. പുരുഷന്മാരുടെ ക്ലബ് ത്രോയില് സ്വർണം കരസ്ഥമാക്കിയ ധരംബീറും പ്രണവ് സൂർമയ്ക്ക് വെള്ളി മെഡലുമായിരുന്നു. ജൂഡോയിൽ വെങ്കലം കിട്ടിയിട്ടുണ്ടായിരുന്നത് കപിൽ പാർമർ ആണ് ജൂഡോയിൽ വെങ്കല മെഡൽ കിട്ടിയിട്ടുണ്ടായിരുന്ന ഇന്ത്യൻ പാരാ താരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പുരുഷന്മാരുടെ ക്ലബ് ത്രോ വിഭാഗത്തിൽ സ്വർണം നേടിയത് ധരംബീർ, പ്രണവ് സൂർമയ്ക്ക് വെള്ളി മെഡലായിരുന്നു ഉണ്ടായിരുന്നത്. ജൂഡോയിൽ വെങ്കലം കിട്ടിയത് കപിൽ പാർമർ. ഇനി പാരാലിമ്പിക്സിൽ അമ്പെയ്ത്തിൽ സ്വർണ്ണ മെഡൽ ലഭിച്ച ആദ്യ ഇന്ത്യൻ താരം. ആദ്യമായിട്ട് ഇന്ത്യക്ക് ആർച്ചറിയിൽ എന്ത് കിട്ടി? സ്വർണ്ണ മെഡൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ആർച്ചറിയിൽ മിക്സഡ് ടീമിനത്തിൽ ഇന്ത്യക്ക് വെങ്കല മെഡൽ കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. മിക്സഡ് ടീമിനത്തില് രാകേഷ് കുമാറിനും ശീതൾ ദേവിക്കും. ഇവിടെ നോക്കിക്കേ, ആർച്ചറിയില് നമ്മുടെ പാരാലിമ്പിക്സ് ആർച്ചറിയില് സ്വർണ്ണ മെഡൽ, അതായത് സിംഗിൾ വിഭാഗത്തിൽ തന്നെ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ താരമാണ് ഹർവീന്ദർ സിംഗ്. പുരുഷന്മാരുടെ റീകർവ് ഓപ്പൺ ഫൈനലിലാണ് നമ്മുടെ ഹർവീന്ദർ സിംഗിന് എന്ത് ലഭിച്ചിട്ടുണ്ടായിരുന്നത്? സ്വർണ്ണ മെഡൽ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. പാരാലിമ്പിക്സിൽ ഇന്ത്യയുടെ 4ാമത്തെ സ്വർണമായിരുന്നു ഹർവീന്ദർ സിംഗിന് കിട്ടിയിട്ടുണ്ടായിരുന്നത്, 22ാമത്തെ മെഡൽ. പാരാലിമ്പിക്സിൽ ആർച്ചറി അമ്പെയ്ത്തിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് ഹർവീന്ദർ സിംഗ്. അപ്പൊ ഹർവീന്ദർ സിംഗിനെ കുറിച്ച് നിങ്ങൾ അതാണ് ഓർത്തിരിക്കേണ്ടത്. പാരാലിമ്പിക്സിൽ അമ്പെയ്ത്തിൽ ഇന്ത്യക്കായിട്ട് സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് ഹർവീന്ദർ സിംഗ്. ഇനി പാരാലിമ്പിക്സിൽ ബാഡ്മിന്റണിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരമാണ് നിതേഷ് കുമാർ എന്ന് പറയുന്നത്. പാരാലിമ്പിക്സിൽ ബാഡ്മിന്റണിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരമാണ് നിതേഷ് കുമാർ, രാജസ്ഥാൻ സ്വദേശിയാണ്. നിതേഷ് കുമാറിൻ്റെത് നമ്മുടെ ഇന്ത്യയുടെ 2ാമത്തെ സ്വർണമായിരുന്നു കേട്ടോ. ഇന്ത്യയുടെ 2ാമത്തെ സ്വർണമായിരുന്നു. ജാവലിനിൽ റെക്കോർഡോടെ സ്വർണം നേടിയത് സുമിത് ആഞ്ചലായിരുന്നു. ഹരിയാന സ്വദേശിയായിട്ടുള്ള സുമിത് ആഞ്ചലാണ് ഇന്ത്യക്കായിട്ട് ജാവലിനിൽ റെക്കോർഡോടുകൂടി സ്വർണം നേടിയിട്ടുണ്ടായിരുന്നത്. 70.59 മീറ്റർ എറിഞ്ഞാണ് സുമിത് സ്വർണം നേടിയിട്ടുണ്ടായിരുന്നത്. 2024 പാരീസ് പാരാലിമ്പിക്സിൽ വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ ഷൂട്ടിങ്ങിൽ അത് നമ്മൾ പറഞ്ഞു അവനി ലഖാരയ്ക്കാണ് സ്വർണ്ണ മെഡൽ ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ബാഡ്മിന്റണിൽ സ്വർണം കിട്ടിയത് നിതേഷ് കുമാറിനാണ്. നമ്മൾ പറഞ്ഞു ജാവലിനിൽ റെക്കോർഡോടുകൂടി സ്വർണം കിട്ടിയത് സുമിത് ആൻഡിലിനാണ്. ജാവലിനിൽ റെക്കോർഡോടുകൂടി സ്വർണം കിട്ടിയിട്ടുണ്ടായിരുന്നത്. പാരീസ് പാരാലിമ്പിക്സിൽ ബാഡ്മിന്റൺ SL4 വിഭാഗത്തിൽ വെള്ളി മെഡൽ സ്വന്തമാക്കിയത് സുഹാസ് യതിരാജനാണ് വെള്ളി മെഡൽ. ബാഡ്മിന്റൺ SL4 വിഭാഗത്തിലെ വെള്ളി മെഡൽ കിട്ടിയിട്ടുണ്ടായിരുന്ന ഇന്ത്യൻ താരം. ഓക്കെ, അടുത്തത് 2024 സെപ്റ്റംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സിംഗപ്പൂർ സന്ദർശന വേളയിൽ എത്ര ധാരണാപത്രങ്ങളാണ് ഒപ്പിട്ടതെന്ന് ചോദിച്ചാൽ 4 ധാരണാപത്രങ്ങളാണ് ഒപ്പിട്ടത്. അപ്പൊ സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ് ആണ്. അപ്പൊ അദ്ദേഹവുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ നമ്മുടെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, AI, അതുപോലെ തന്നെ ഇന്ത്യ ഇപ്പോൾ ഒരുപാട് മുന്നോട്ട് നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പരിശ്രമങ്ങൾ നൽകുന്ന ഒരു മേഖലയാണ് സെമി കണ്ടക്ടർ മേഖല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്കിൽ ഡെവലപ്പിംഗ്, നൈപുണ്യ വികസനം, ആരോഗ്യരക്ഷ, ഇങ്ങനെ ഈ രംഗങ്ങളിലെ സഹകരണത്തിന് സെമി കണ്ടക്ടർ, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, നമ്മുടെ സ്കിൽ ഡെവലപ്പിംഗ്, അതുപോലെ തന്നെ ആരോഗ്യരക്ഷ, ഈ 4 മേഖലയിലെ സഹകരണത്തിനായിട്ടുള്ള ധാരണാപത്രമാണ് 2024 സെപ്റ്റംബറിൽ ഇന്ത്യ സിംഗപ്പൂരുമായിട്ട് ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ധാരണ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മുടെ സംസ്ഥാനത്തെ ആദ്യത്തെ ഓപ്പൺ ബുക്ക് പരീക്ഷ നടത്തുന്ന സർവകലാശാല ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയാണ്. അവിടെയാണ് നമ്മുടെ സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഓപ്പൺ ബുക്ക് പരീക്ഷ നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ നിലവിലത്തെ വൈസ് ചാൻസലർ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, ജഗതിരാജാണ്, VP ജഗതിരാജ്. ഇനി ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് നിയമിതനായത് മിഷേൽ ബാർണിയാണ്. ആധുനിക ഫ്രാൻസിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായമേറിയ പ്രധാനമന്ത്രിയാണ് ബാർണി. ഫ്രാൻസിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായമേറിയ പ്രധാനമന്ത്രിയാണ് ആര്? ബാർണി. ഇനി 2024 സാഫ് അണ്ടർ 20 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീട ജേതാക്കള് ബംഗ്ലാദേശാണ്. 2024 സാഫ് അണ്ടർ 20 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ജേതാക്കള് ബംഗ്ലാദേശാണ്. ഫൈനലില് നേപ്പാളിനെയാണ് ബംഗ്ലാദേശ് പരാജയപ്പെടുത്തിയത്. ഫൈനലിൽ ആരെയാണ് പരാജയപ്പെടുത്തിയത്? നേപ്പാളിനെ. ഇനി അടുത്തത് ഒരു നിയമനമാണ്.
നമ്മുടെ DRDOയുടെ ഡയറക്ടർ ജനറൽ ആയിട്ട് നിയമിതയായത് ഡോക്ടർ കെ രാജലക്ഷ്മി മേനോനാണ്. DRDOയുടെ ഡയറക്ടർ ജനറൽ ആയിട്ട് നിയമിതയായ രണ്ടാമത്തെ വനിതയാണ് ഡോക്ടർ കെ രാജലക്ഷ്മി മേനോൻ. അപ്പൊ ആപ്പിനകത്ത് ക്ലാസ് കണ്ടവർക്കറിയാം. അങ്ങനെയാണെങ്കിൽ DRDOയുടെ ഡയറക്ടർ ജനറൽ ആയിട്ട് നിയമിതയായ ആദ്യത്തെ വനിത ആരാണെന്ന് നിങ്ങൾ ഇവിടെ കമന്റ് ചെയ്യാം. നമ്മൾ ആപ്പിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിന്റെ ഒരു റിവിഷൻ ക്ലാസ് ആണ് നമ്മൾ ഇവിടെ നടത്തുന്നത്. ഓക്കെ, അപ്പോൾ DRDOയുടെ ഡയറക്ടർ ജനറൽ ആയിട്ട് നിയമിതയായ ആദ്യ വനിത ആരാണ്? രണ്ടാമത്തെ വനിത ഡോക്ടർ കെ രാജലക്ഷ്മി മേനോനാണ്. ആദ്യത്തെ വനിത ആരാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. ഇനി നമ്മുടെ കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രഞ്ജിത്ത് രാജിവെച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അങ്ങനെ രഞ്ജിത്ത് രാജിവെച്ചതിനെ തുടർന്ന് ചെയർമാൻ സ്ഥാനത്തേക്ക് വന്നത് നടൻ പ്രേംകുമാർ ആണ് കേട്ടോ. പ്രേംകുമാർ ആണ്. അപ്പൊ ആദ്യമായിട്ടാണ് സംവിധായകനല്ലാത്ത ഒരാള് നമ്മുടെ ചലച്ചിത്ര അക്കാദമിയുടെ തലപ്പത്തേക്ക് വരുന്നത്. ഓക്കെ, അടുത്തത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ചെയർമാനായിട്ട് ചുമതലയേറ്റത് വി സതീഷ് കുമാർ ആണ്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ചെയർമാനായിട്ട് ചുമതലയേറ്റത് ആരാണ്? വി സതീഷ് കുമാർ ആണ്. ഇനി അടുത്തത് ഡെങ്കിപ്പനിയെ ഒരു മഹാമാരിയായിട്ട് പ്രഖ്യാപിച്ച സംസ്ഥാനം. റീസെന്റ് ആയിട്ട് ഡെങ്കിപ്പനി, അതായത് ഒരുപാട് ആഴ്ചകളായി ഡെങ്കിപ്പനി തുടങ്ങിയിട്ട്, പക്ഷേ കുറെ ആളുകൾക്ക് വ്യാപിക്കുന്നു, അതുപോലെ തന്നെ കുറച്ച് ആളുകൾ മരണപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഡെങ്കിപ്പനി വ്യാപകമായതിനെ തുടർന്ന് അതിനെ ഒരു മഹാമാരിയായിട്ട് പ്രഖ്യാപിച്ച സംസ്ഥാനം കർണാടകയാണ്. 2020 കർണാടക എപ്പിഡമിക് ഡിസീസ് ആക്ടിൽ ഭേദഗതി വരുത്തിയാണ് കർണാടകയില് ഡെങ്കിപ്പനിയെ മഹാമാരിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. 2020 കർണാടക എപ്പിഡമിക് ഡിസീസ് ആക്ട്, കർണാടകയിലെ എപ്പിഡമിക് ഡിസീസ് ആക്ട് ഭേദഗതി വരുത്തിയിട്ടാണ് കർണാടകയില് ഡെങ്കിപ്പനിയെ ഒരു മഹാമാരിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മുടെ 2024 സെപ്റ്റംബറിൽ ഈ മാസം ലോകബാങ്ക് പുറത്തുവിട്ട കണക്കു പ്രകാരം 2024-25 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചാ നിരക്ക് എത്രയാണെന്ന് ചോദിച്ചാൽ 7%. ആദ്യം 6.6 ആണ് പറഞ്ഞത്, അതിൽ നിന്ന് പുതുക്കിയാണ് ഇപ്പൊ 7% പറഞ്ഞിരിക്കുന്നത്, ലോകബാങ്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം, സാധാരണയായിട്ട് ലോകബാങ്ക് ഒക്കെ ഇങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാറുണ്ട് അല്ലെ, അതായത് ഇത്രയായിരിക്കും ഇന്ത്യയുടെ വളർച്ച എന്നൊക്കെ പറഞ്ഞ് പ്രെഡിക്റ്റ് ചെയ്യാറുണ്ട്. സോ അങ്ങനെ നമുക്ക് 2024-25 സാമ്പത്തിക വർഷം കഴിഞ്ഞിട്ടില്ല, നമുക്കൊരു പ്രഡിക്ഷൻ മാത്രം നടത്താനേ പറ്റത്തുള്ളൂ. സോ അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്തതിൽ നമ്മുടെ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് 7%. 2023-24 GDP വളർച്ച അത് നിജപ്പെടുത്തിയതാണ് 8.2%. 8.2%. അപ്പോൾ ചിലർക്ക് ഇങ്ങനെ തോന്നാം, ഈ വളർച്ചയൊക്കെ പഠിക്കേണ്ടതുണ്ട്. സമ്പദ് വ്യവസ്ഥയുടെ GDP വളർച്ചാ നിരക്ക് ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്തത് അപരാജിത വുമൺ ആൻഡ് ചൈൽഡ് ബില്ല് പാസ്സാക്കിയ സംസ്ഥാനം ഏത്? അതായത് ഇത് ആർക്കു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ ബലാത്സംഗ കുറ്റത്തിന് വധശിക്ഷ വിധിക്കാനായിട്ട് ഉള്ള അപരാജിത ബില്ല് കൊണ്ടുവന്ന് പാസ്സാക്കിയ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ പശ്ചിമ ബംഗാളാണ്. അപ്പൊ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏറ്റവും ക്രൂരമായിട്ടുള്ള വാർത്ത നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്ന ഒരു സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ബലാത്സംഗ കേസിൽ ഇരകൾ കോമ സ്റ്റേജിലാവുകയോ മരണപ്പെടുകയോ അല്ലെങ്കിൽ കൊല്ലപ്പെടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് വധശിക്ഷ നൽകാനായിട്ടുള്ള അതിനുവേണ്ടി ശുപാർശ ചെയ്യുന്ന ബില്ലാണ് അപരാജിത വുമൺ ആൻഡ് ചൈൽഡ് ബിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ബില്ല് നിയമസഭയിൽ പാസ്സാക്കിയത് പശ്ചിമ ബംഗാളാണ് അപരാജിത വുമൺ ആൻഡ് ചൈൽഡ് ബില്ല് നിയമസഭയിൽ പാസ്സാക്കിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ബലാത്സംഗ കുറ്റത്തിന് വധശിക്ഷ നൽകാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിനായിട്ട് വ്യവസ്ഥ ചെയ്യുന്ന ബില്ലാണ് പശ്ചിമ ബംഗാൾ നിയമസഭ ഏകകണ്ഠമായിട്ട് പാസ്സാക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി ക്യാൻസർ മരുന്നുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നത് ലക്ഷ്യമിട്ട് ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കാരുണ്യ സ്പർശം സീറോ പ്രോഫിറ്റ് ആന്റി ക്യാൻസർ ഡ്രഗ്സ് എന്ന് പറയുന്നത്. കാരുണ്യ സ്പർശം ക്യാൻസർ മരുന്നുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്നതിനായിട്ട് ആരംഭിച്ച പദ്ധതിയാണ് കാരുണ്യ സ്പർശം എന്ന് പറയുന്നത്. കാരുണ്യ സ്പർശം. ഇനി ഉന്നത പഠന മേഖലയും തൊഴിലും തിരഞ്ഞെടുക്കാൻ കുട്ടികൾക്കായുള്ള സമഗ്ര ശിക്ഷ കേരള നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്റ്റാർ ലീപ്പ് എന്ന് പറയുന്ന പദ്ധതി. സ്റ്റാർ ലീപ്പ്. അപ്പൊ എന്താണ് സ്റ്റാർ ലീപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഏജ് കഴിയുമ്പോൾ കുട്ടികൾക്ക് തന്നെ അവരുടെ ഉന്നത പഠന മേഖല തിരിച്ചറിയാനും അത് അവർക്ക് തിരഞ്ഞെടുക്കാനുമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് സ്റ്റാർ ലീപ്പ്.
ഇനി കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ സ്റ്റാർട്ടപ്പ് കോൺക്ലേവിന് വേദിയായത് തിരുവനന്തപുരമാണ് കേട്ടോ. KFC, കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ സ്റ്റാർട്ടപ്പ് കോൺക്ലേവിന് വേദിയായത് തിരുവനന്തപുരമാണ്. അടുത്തത് നമ്മുടെ നോർത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിനടിയിലുള്ള ടൈറ്റാനിക് കപ്പൽ അവശിഷ്ടങ്ങളിൽ നിന്നും വീണ്ടെടുത്ത ഗ്രീക്ക് ദേവതയുടെ പൗരാണിക വെങ്കല ശില്പത്തിന്റെ പേര്. അപ്പൊ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ നോർത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്നും എന്ത് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്? ഗ്രീക്ക് ദേവതയുടെ ഒരു പൗരാണിക വെങ്കല ശില്പം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ആ വെങ്കല ശില്പത്തിന്റെ പേരാണ് ഡയാന എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം, റീസെന്റ് ആയിട്ട് ഈ ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് 2023 ജൂൺ മാസം ടൈറ്റൻ എന്ന് പറയുന്ന മുങ്ങിക്കപ്പലിൽ ഇറങ്ങി തിരിച്ച ആളുകളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലെ. അപ്പൊ ഏകദേശം 112 വർഷങ്ങൾക്ക് മുൻപ് മുങ്ങിപ്പോയിട്ടുണ്ടായിരുന്ന ഈ ടൈറ്റാനിക്. ഓക്കെ, അപ്പോ ഈ ഒരു ടൈറ്റാനിക് കപ്പലിൽ നിന്ന് അവശിഷ്ടങ്ങൾക്കിടയിൽ തിരയാനായിട്ട് RMS ടൈറ്റാനിക് എന്ന് പറയുന്ന US കമ്പനി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? നിയമാവകാശം നേടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ RMS ടൈറ്റാനിക് എന്ന് പറയുന്ന US കമ്പനി നടത്തിയിട്ടുണ്ടായിരുന്ന പര്യവേക്ഷണത്തിലാണ് ഈ ഒരു ഗ്രീക്ക് ദേവതയുടെ പൗരാണിക വെങ്കല ശില്പം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോ ആ ഒരു വെങ്കല ശില്പത്തിന് നൽകിയ പേരാണ് ഡയാന എന്ന് പറയുന്നത്. ഗ്രീക്ക് ദേവതയുടെ പൗരാണിക വെങ്കല ശില്പത്തിന് നൽകിയ പേര് ഡയാന എന്നാണ്. ഓർത്തു വെക്കുക. എവിടെ നിന്നാണ് കിട്ടിയെന്ന് ചോദിച്ചാൽ ടൈറ്റാനിക് കപ്പലിലെ അവശിഷ്ടങ്ങളിൽ നിന്ന്, നോർത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിനടിയിലുള്ള ടൈറ്റാനിക് കപ്പലിന്റെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഇത് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ടൈറ്റാനിക് മുങ്ങിയത് എന്നാണെന്ന് ഈ ഇടയ്ക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 1912 ഏപ്രിൽ 15 ടൈറ്റാനിക് കപ്പല് മുങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മുടെ ബഹിരാകാശത്തിന്റെ അതിർരേഖ എന്നറിയപ്പെടുന്നതാണ് കാർമൻ രേഖ അല്ലെ. കാർമൻ രേഖ ഓർ കർമാൻ രേഖ. അപ്പോൾ കർമാൻ രേഖ കടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിത, കർമാൻ രേഖ കടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിത എന്ന നേട്ടം സ്വന്തമാക്കിയ 21 വയസ്സുകാരിയാണ് കാഴ്സൺ കിച്ചൺ എന്ന് പറയുന്നത്. കാഴ്സൺ കിച്ചൺ. അപ്പൊ കാഴ്സൺ കിച്ചൺ എന്ന് പറയുന്നത് കാർമൻ രേഖ കടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിതയാണ്. കാർമൻ രേഖ കടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിതയാണ് ആര്? കാഴ്സൺ കിച്ചൺ. ഇനി ദീർഘദൂര കുതിരയോട്ടത്തിലെ ലോക ചാമ്പ്യൻഷിപ്പ് ആയിട്ടുള്ള FEI എൻഡുറൻസ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന ആദ്യ ഭാരതീയ വനിതയാണ് നിത അഞ്ജും ചേലോട്ട് എന്ന് പറയുന്നത്. മലപ്പുറം സ്വദേശിയാണ് നിത അഞ്ജും ചേലോട്ട് എന്ന് പറയുന്നത്. ദീർഘദൂര കുതിരയോട്ടത്തിലെ ലോക ചാമ്പ്യൻഷിപ്പാണ് FEI എൻഡുറൻസ് ടൂർണമെന്റ് എന്ന് പറയുന്നത്. FEI എൻഡുറൻസ് ടൂർണമെന്റ്. ഇതിനകത്ത് പങ്കെടുക്കുന്ന ആദ്യ ഭാരതീയ വനിതയാണ് നിത അഞ്ജും ചേലോട്ട്. അടുത്തത് ദുരിതം അനുഭവിക്കുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും പരിചരണവും പിന്തുണയും നൽകുന്നതിനായിട്ട് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ഡെസ്ക് ആണ് സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് എന്ന് പറയുന്നത്. സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്ക്. അപ്പൊ എന്താണ് സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും പരിചരണവും പിന്തുണയും നൽകാനായിട്ട് പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ഡെസ്ക് ആണ് സ്നേഹിത. മത്സ്യത്തൊഴിലാളികളുടെ അനുബന്ധ തൊഴിലാളികളുടെയും കുടുംബ വിവരങ്ങൾ ഉൾപ്പെടെ അറിയാനായിട്ട് നമ്മുടെ ഫിഷറീസ് ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം സജ്ജമാക്കിയ ആപ്പാണ് ഫിംസ് ആപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ആരാണ് ഫിംസ് ആപ്പ് എന്ന് പറയുന്ന ആപ്പ് തയ്യാറാക്കിയത്? ഫിംസ് ആപ്പ് തയ്യാറാക്കിയിട്ടുള്ളത് നമ്മുടെ ഫിഷറീസ് വകുപ്പാണ്. ഫിഷറീസ് ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം ആണ് ഈ ആപ്പ് തയ്യാറാക്കിയത്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ മത്സ്യത്തൊഴിലാളികളുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങൾ, അവരുടെ കുടുംബ വിവരങ്ങൾ ഉൾപ്പെടെ അറിയുന്നതിനായിട്ടുള്ള ആപ്പാണ് ഫിംസ്. ഇനി കേരള തീരദേശ വികസന കോർപ്പറേഷൻ തയ്യാറാക്കുന്ന ഉണക്ക മത്സ്യത്തിന്റെ ബ്രാൻഡാണ് ഡ്രിഷ് എന്ന് പറയുന്നത്. ഡ്രിഷ് ബ്രാൻഡ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ മേഖലയിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് സ്ഥാപിച്ചത് ഹിസാറാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ മേഖലയിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് സ്ഥാപിച്ചത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ വ്യവസായത്തിനുള്ള ലോകത്തിലെ ആദ്യത്തെ ഓഫ് ഗ്രിഡ് ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റും മേൽക്കൂരയും ഫ്ലോട്ടിംഗ് സോളാറും ഉള്ള ലോകത്തിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റുമായിരിക്കും ഹിസാറിൽ സ്ഥാപിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ വ്യവസായത്തിനുള്ള ലോകത്തെ ആദ്യത്തെ ഓഫ് ഗ്രിഡ് ഹൈഡ്രജൻ പ്ലാന്റ് സ്ഥാപിച്ചത്. അപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ മേഖലയിലെ ലോകത്തിലെ ആദ്യത്തെ ഓഫ് ഗ്രിഡ് ഹൈഡ്രജൻ പ്ലാന്റ് സ്ഥാപിച്ചത് ഹിസാറാണ് കേട്ടോ. ഹിസാറാണ്. അപ്പോൾ മേൽക്കൂരയും അതുപോലെ തന്നെ ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റും മേൽക്കൂരയും ഫ്ലോട്ടിംഗ് സോളാറും ഒക്കെ ഉള്ള ലോകത്തിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് ആയിരിക്കും ഹിസാറിന്റെ പ്ലാന്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഇന്ത്യയുടെ ആദ്യത്തെ മൾട്ടി പർപ്പസ് ഗ്രീൻ ഹൈഡ്രജൻ പൈലറ്റ് പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്തത്
ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ മൾട്ടി പർപ്പസ് ഗ്രീൻ ഹൈഡ്രജൻ പൈലറ്റ് പ്രോജക്റ്റിന്റെ ഉദ്ഘാടനം ചെയ്തത് അല്ലെങ്കിൽ ഉദ്ഘാടനം എവിടെയാണ് നടന്നതെന്ന് ചോദിച്ചാൽ നാത്പ ജാക്രി ജലവൈദ്യുത നിലയമാണ്. ഓക്കെ, നാത്പ ജാക്രി ജലവൈദ്യുത നിലയത്തിലാണ്. ഇന്ത്യയിലെ ഹിമാചൽ പ്രദേശിലെ സത്ലജ് നദിയിലെ കോൺക്രീറ്റ് ഗ്രാവിറ്റി അണക്കെട്ടാണ് നാത്പ ജാക്രി അണക്കെട്ട് എന്ന് പറയുന്നത്. ഈ നാത്പ ജാക്രി അണക്കെട്ടിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ മൾട്ടി പർപ്പസ് കമ്പൈൻഡ് ഹീറ്റ് ആൻഡ് പവർ ഗ്രീൻ ഹൈഡ്രജൻ പൈലറ്റ് പ്രോജക്റ്റിന്റെ ഉദ്ഘാടനം നടന്നിട്ടുണ്ടായിരുന്നത് നാത്പ ജാക്രി ജലവൈദ്യുത നിലയത്തിലാണ്. നാത്പ ജാക്രി ജലവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണെന്ന് ചോദിക്കാം. ഹിമാചൽ പ്രദേശിലാണ് നാത്പ ജാക്രി ജലവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത്. ഇനി ഹിമാചൽ പ്രദേശിലെ ഏത് നദിയിലാണ്? സത്ലജ് നദിയിലാണ്. സത്ലജ് നദിയിലാണ് നാത്പ ജാക്രി ഗ്രീൻ ഹൈഡ്രജൻ അല്ലെങ്കിൽ നാത്പ ജാക്രി ജലവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് ഈ ഒരു ഇന്ത്യയിലെ മൾട്ടി പർപ്പസ് ഗ്രീൻ ഹൈഡ്രജൻ പൈലറ്റ് പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇന്ത്യയിലെ ഏത് നഗരത്തിലാണ് ഗൂഗിളിന്റെ AI ലാബ് നിലവിൽ വരുന്നതെന്ന് ചോദിച്ചാൽ ചെന്നൈയിലാണ് കേട്ടോ. ചെന്നൈയിലാണ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് AI മേഖലയിൽ പരിശീലനം നൽകുന്നതിനായിട്ടും ചെറുകിട സ്റ്റാർട്ടപ്പുകൾക്കൊക്കെ ഈ ഒരു AI സേവനം പ്രയോജനപ്പെടുത്തുന്നതിനായിട്ടും ഗൂഗിളിന്റെ AI ലാബ് നിലവിൽ വരുന്നത് ചെന്നൈയിലാണ്. ഇനി സംസ്ഥാന ക്ഷേത്രകലാ അക്കാദമിയുടെ 2022 ക്ഷേത്ര കലാശ്രീ പുരസ്കാരത്തിന് അർഹയായത് KS ചിത്രയാണ്. ക്ഷേത്രകലാ ഫെലോഷിപ്പുകൾക്ക് ഡോക്ടർ രാജശ്രീ വാര്യരും ഡോക്ടർ RLV രാമകൃഷ്ണനുമാണ് അർഹരായത്. അപ്പൊ സംസ്ഥാന ക്ഷേത്രകലാ അക്കാദമിയുടെ 2022 ക്ഷേത്ര കലാശ്രീ പുരസ്കാരത്തിന് അർഹയായത് KS ചിത്ര. അടുത്തത് 2 പുസ്തകങ്ങൾ നോക്കാം. ഒന്നെന്ന് പറയുന്നത് മുടിയറകൾ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ഫ്രാൻസിസ് നൊറോണയാണ് മുടിയറകൾ എന്ന് പറയുന്ന പുസ്തകം രചിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ ഗുസ്തി താരമായിട്ടുള്ള സാക്ഷി മാലിക്കിന്റെ ആത്മകഥയാണ് വിറ്റ്നസ് എന്ന് പറയുന്നത്. ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സാക്ഷി മാലിക്കിനെ കുറിച്ച് മുൻപ് ചോദ്യം വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ വിനേഷ് ഫോഗട്ടുമായിട്ടുള്ള ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് ഗുസ്തി താരങ്ങളെ കുറിച്ച് ചോദിക്കാം. ഇപ്പൊ റോത്താക്കിലെ ഗുസ്തി കഥകൾ മുതൽ ജന്തർ മന്ദറിലെ സാക്ഷി മാലിക് നടത്തിയിട്ടുള്ള പോരാട്ടം വരെയുള്ള കാര്യങ്ങളാണ് വിറ്റ്നസ്സിൽ പറയുന്നത്. അപ്പൊ സാക്ഷി അല്ലെ, സാക്ഷി എന്ന് പറയുന്ന വിറ്റ്നസ് അല്ലേ, ആ പേര് തന്നെയാണ് ആത്മകഥയുടെ പേരായിട്ടിട്ടിരിക്കുന്നതെന്ന് ഓർത്തു വെച്ചാൽ സാക്ഷി മാലിക്, സാക്ഷി വിറ്റ്നസ്. ഓക്കെ, ഇനി നമ്മുടെ കേരള ക്രിക്കറ്റ് ലീഗിന് പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിന് വേദിയാകുന്ന തിരുവനന്തപുരമാണ്. നമ്മുടെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ആണ് ഈ ഒരു പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗ് സംഘടിപ്പിക്കുന്നത്. ഈ പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണെന്ന് ചോദിച്ചാൽ മോഹൻലാലാണ്. ഈ ഒരു പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് മോഹൻലാൽ തിരുവനന്തപുരത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളത് കണ്ടു കാണുക കേട്ടോ. അപ്പൊ പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിന് വേദിയാകുന്ന തിരുവനന്തപുരമാണ്. ഇനി 2024 ഡ്യൂറന്റ് കപ്പ് ഫുട്ബോൾ ജേതാക്കള് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ്. 2024 ഡ്യൂറന്റ് കപ്പ് ഫുട്ബോൾ ജേതാക്കള്. വടക്ക് കിഴക്കൻ മേഖലയിൽ നിന്ന് ഡ്യൂറന്റ് കപ്പ് നേടുന്ന ആദ്യ ടീമാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എന്ന് പറയുന്നത്. വടക്ക് കിഴക്കൻ മേഖലയിൽ നിന്ന് ഡ്യൂറന്റ് കപ്പ് നേടുന്ന ആദ്യ ടീമാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്. ഫൈനലില് മോഹൻ ബഗാനെ ഷൂട്ടൌട്ടിലാണ് ആര് കീഴടക്കിയത്? നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് കീഴടക്കിയിട്ടുണ്ടായിരുന്നു. ഫൈനലില് മോഹൻ ബഗാനെ ഷൂട്ടൌട്ടിൽ കീഴടക്കി. ഇനി മികച്ച താരം ജിതിൻ MS ആയിരുന്നു. ജിതിൻ MS ആണ് നോർത്ത് ഈസ്റ്റിന്റെ മലയാള താരം. ജിതിൻ MS ആണ് മികച്ച താരം. ഗോൾഡൻ ബൂട്ട് ലഭിച്ചിട്ടുണ്ടായിരുന്നത് നോഹ് സദോയ്ക്കാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നോഹ് സദോയ്ക്കായിരുന്നു ഗോൾഡൻ ബൂട്ട് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി രാജ്യത്തെ ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ കോച്ച് നിലവിൽ വന്നത് ബാംഗ്ലൂരിലാണ് കേട്ടോ. 9 മാസം കൊണ്ട് നമ്മുടെ ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് ആണ് ഈ ഒരു വന്ദേ ഭാരത് സ്ലീപ്പർ കോച്ച് രൂപകൽപ്പന ചെയ്തത്. 160 കിലോമീറ്റർ ആണ് ഇതിന്റെ വേഗത എന്ന് പറയുന്നത്. അപ്പൊ രാജ്യത്തെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ കോച്ച് നിലവിൽ വന്നത് എവിടെയാണ്? ബാംഗ്ലൂരിലാണ്. ബാംഗ്ലൂരിൽ. ഇനി അടുത്തതായിട്ട് ഏത് സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ഫലമായിട്ടാണ് കാജി നേമുവിനെ പ്രഖ്യാപിച്ചത്? അസമിന്റെ ഔദ്യോഗിക ഫലമായിട്ടാണ്. ഇപ്പൊ 2019 അസമിലുള്ളവർക്ക് അവർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു നാരങ്ങയാണ് ഈ കാജി നേമു എന്ന് പറയുന്നത്. കാജി നേമുവിന്റെ ശാസ്ത്രീയ നാമം സിട്രസ് ലിമൺ എന്നാണ്. സിട്രസ് ലിമൺ. സോ അപ്പൊ ഈ കാജി നേമുവിന് 2019 GI ടാഗ് പദവി ലഭിച്ചിട്ടുണ്ടായിരുന്നു. അസമിലാണ് ഈ ഒരു നാരങ്ങ കാണപ്പെടുന്നത്. അങ്ങനെ റീസെന്റ് ആയിട്ട് കാജി നേമുവിനെ
അസമിന്റെ ഔദ്യോഗിക ഫലമായിട്ട് ഒഫീഷ്യൽ ഫ്രൂട്ടായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റേറ്റ് ഫ്രൂട്ടായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. കാജി നേമു അസമാണേ. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2024 ഓഗസ്റ്റിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് അസ്ന ചുഴലിക്കാറ്റ് എന്ന് പറയുന്നത്. പാകിസ്ഥാനാണ് ഈ ചുഴലിക്കാറ്റിന് പേര് നൽകിയത്. ഗുജറാത്തിൽ വ്യാപകമായിട്ടുള്ള നാശനഷ്ടത്തിന് കാരണമായിട്ടുള്ള ചുഴലിക്കാറ്റാണ് അസ്ന എന്ന് പറയുന്നത്. 1976 ശേഷം ഓഗസ്റ്റിൽ അറബിക്കടലിൽ രൂപപ്പെട്ട ആദ്യ ചുഴലിക്കാറ്റാണ് അസ്ന എന്ന് പറയുന്നത്. 1976 ശേഷം ഓഗസ്റ്റ് മാസം സാധാരണ അറബിക്കടലിൽ ഇങ്ങനെ ചുഴലിക്കാറ്റ് ഫോം ചെയ്യാറില്ല. പക്ഷെ 76 ശേഷം അറബിക്കടലിൽ ഓഗസ്റ്റ് മാസം ഫോം ചെയ്ത ആദ്യ ചുഴലിക്കാറ്റാണ് അസ്ന എന്ന് പറയുന്നത്. അംഗീകരിക്കപ്പെടുകയോ പ്രശംസിക്കപ്പെടുകയോ ചെയ്യേണ്ടത്, അംഗീകരിക്കപ്പെടേണ്ടത് അല്ലെങ്കിൽ പ്രശംസിക്കപ്പെടേണ്ടത് എന്നുള്ളതാണ് അസ്നയുടെ അർത്ഥം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ റീസെന്റ് ആയിട്ട് അറബിക്കടൽ രൂപം കൊണ്ട് 2024 ഓഗസ്റ്റിൽ, അത് പ്രത്യേകം മാസവും കൂടി ഓർത്തു വെക്കണം, രൂപപ്പെട്ട ചുഴലിക്കാറ്റാണ് അസ്ന. പേര് നൽകിയത് പാകിസ്ഥാനാണ്. ഇനി നമ്മുടെ നാളികേര വികസന ബോർഡ്, നമ്മൾ പറഞ്ഞു നാളികേര വികസന ബോർഡ് 2023-24 വർഷത്തെ 2ാം പാദ കണക്കെടുപ്പിൽ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കർണാടകയാണെന്ന് പറഞ്ഞു. കേരളത്തിന് 3ാം സ്ഥാനമാണ്, 2ാം സ്ഥാനം തമിഴ്നാടിനാണ്. കേട്ടോ, കേരളത്തിന് 3ാം സ്ഥാനം, 2ാം സ്ഥാനം തമിഴ്നാടിനാണ്. ഇനി 2024 ഓഗസ്റ്റിൽ മികച്ച ജൈവ വൈവിധ്യ ക്യാമ്പസിനുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം ലഭിച്ചത് കാന്തല്ലൂർ IHRD കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസസിനാണ്. കാന്തല്ലൂർ IHRD കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസസിനാണ് മികച്ച ജൈവ വൈവിധ്യ ക്യാമ്പസിനുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി 2024 സെപ്റ്റംബറിൽ അന്തരിച്ച നാടകകൃത്തും നോവലിസ്റ്റും സാംസ്കാരിക പ്രവർത്തകനുമായ വ്യക്തിയാണ് കനവ് ബേബി അഥവാ KJ ബേബി. അപ്പൊ KJ ബേബി അറിയപ്പെടുന്നത് കനവ് ബേബി എന്നാണ്. കാരണം ഇദ്ദേഹം ആദിവാസി കുട്ടികൾക്ക് അവർക്ക് ബദൽ വിദ്യാഭ്യാസം, അതായത് പലപ്പോഴും സ്കൂളിലൊന്നും പോകാനായിട്ട് കഴിയാത്ത ആദിവാസി കുട്ടികൾക്ക് ബദൽ വിദ്യാഭ്യാസം നൽകുന്നതിനായിട്ട് വയനാട്ടിലെ ചിങ്ങോട്ടിൽ ആരംഭിച്ചിട്ടുള്ള ഗുരുകുല ആശ്രമമാണ് കനവ് എന്ന് പറയുന്നത്. കനവ്. ഓക്കെ, ഗോത്രജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ ബേബി എഴുതിയിട്ടുണ്ടായിരുന്ന നോവലാണ് മാവേലി മൺറം എന്ന് പറയുന്നത്. നാട് എൻ വയനാട് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ഗാനമാണ്. നാടുഗദ്ദിക എന്ന് പറയുന്ന നാടകത്തിന്റെ രചയിതാവാണ് KJ ബേബി എന്ന് പറയുന്നത്. അപൂർണ, ബെസ്പുർഖാന, ഗുഡ് ബൈ മലബാറൊക്കെ ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്, KJ ബേബിയുടെ പ്രധാനപ്പെട്ട കൃതികളാണ്. സോ കനവ് ബേബി അഥവാ KJ ബേബി എന്നാണ് ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ഇദ്ദേഹം ചിങ്ങോട് സ്ഥാപിച്ചിട്ടുള്ള ഒരു ഗുരുകുല ആശ്രമമാണ് കനവ് എന്ന് പറയുന്നത്. വയനാട്ടിലെ കാട്ടുനായി ആദിവാസി വിഭാഗത്തിന്റെ അനുഷ്ഠാനങ്ങളെ പശ്ചാത്തലമാക്കി ഇദ്ദേഹം നിർമ്മിച്ച സിനിമയാണ് ഗുഡ എന്ന് പറയുന്നത്. ഗുഡയ്ക്കൊരു പ്രത്യേകതയുണ്ട്, ആദിവാസി ഭാഷ സംസാരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ ചിത്രമാണ് ഗുഡ എന്ന് പറയുന്നത് കേട്ടോ. ആദിവാസി ഭാഷ സംസാരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ ചിത്രം കൂടിയാണ് ഗുഡ. ഇനി അടുത്തത് 2024 സെപ്റ്റംബറിൽ അന്തരിച്ച ചലച്ചിത്ര നിരൂപകയാണ് അരുണ വാസുദേവ് എന്ന് പറയുന്നത്. അരുണ വാസുദേവൻ അറിയപ്പെടുന്നത് ഏഷ്യൻ സിനിമയുടെ അമ്മ എന്നാണ് അരുണ വാസുദേവൻ അറിയപ്പെടുന്നത്. ഓക്കെ, ഏഷ്യൻ സിനിമയുടെ അമ്മ എന്നാണ് അറിയപ്പെടുന്നത്. ഫിപ്രേസി ഇന്ത്യ ഏർപ്പെടുത്തിയ ആദ്യത്തെ സത്യജിത് റേ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അരുണ വാസുദേവനാണ്. ലതിക പട്ഗാവേങ്കർ, രശ്മി ദൊരൈസ്വാമി എന്നിവരുമായി ചേർന്ന് അരുണ വാസുദേവ് രചിച്ച ബീയിങ് ആൻഡ് ബിക്കമിങ് ദി സിനിമാസ് ഓഫ് ഏഷ്യ എന്ന് പറയുന്ന പുസ്തകം ഏഷ്യൻ സിനിമയെ സംബന്ധിച്ചൊരു നാഴികക്കല്ലായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏഷ്യൻ സിനിമയുടെ അമ്മ എന്നാണ് അരുണ വാസുദേവൻ അറിയപ്പെടുന്നത്. ചലച്ചിത്ര നിരൂപകയാണ് അരുണ വാസുദേവ്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ വീക്ക്ലി കറണ്ട് അഫയേഴ്സിനകത്തുള്ളത്. ഇനി നമുക്ക് റാപ്പിഡ് റിവിഷനിലേക്ക് പോകാം. 2024 ഡ്യൂറന്റ് കപ്പ് ഫുട്ബോൾ ജേതാക്കൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ്. 2024 സെപ്റ്റംബറിൽ അന്തരിച്ച നാടകകൃത്തും നോവലിസ്റ്റും സാംസ്കാരിക പ്രവർത്തകനുമായ വ്യക്തി കനവ് ബേബി എന്ന KJ ബേബി. ഒരു പാരാലിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ഇന്ത്യൻ വനിത പ്രീതി പാലാണ്. രാജ്യത്തെ ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ കോച്ച് നിലവിൽ വന്നത് ബാംഗ്ലൂരാണ്. അടുത്തിടെ ഏത് സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ഫലമായിട്ടാണ് കാജി നേമുവിനെ പ്രഖ്യാപിച്ചത്? അസം. 2024 ഓഗസ്റ്റിൽ അറബിക്കടൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് അസ്ന. നാളികേര വികസന ബോർഡിന്റെ 2023-24 വർഷത്തെ 2ാം പാദ കണക്കെടുപ്പിൽ നാളികേര ഉൽപാദനത്തിൽ മുന്നിലുള്ള സംസ്ഥാനം കർണാടക. മികച്ച ജൈവവൈവിധ്യ ക്യാമ്പസിനുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം ലഭിച്ചത് കാന്തല്ലൂർ IHRD കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ്.
2024 അപരാജിത വുമൺ ആൻഡ് ചൈൽഡ് ബില്ല് അവതരിപ്പിച്ച സംസ്ഥാനം ബംഗാളാണ്. ക്യാൻസർ മരുന്നുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്നത് ലക്ഷ്യമിട്ട് ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കാരുണ്യ സ്പർശം. ഉന്നത പഠന മേഖലയും തൊഴിലും തിരഞ്ഞെടുക്കാൻ കുട്ടികൾക്കായുള്ള സമഗ്ര ശിക്ഷ കേരളം നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്റ്റാർ ലീപ്പ്. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ സ്റ്റാർട്ടപ്പ് കോൺക്ലേവിന് വേദിയായത് തിരുവനന്തപുരം. നോർത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിനടിയിലുള്ള ടൈറ്റാനിക് കപ്പൽ അവശിഷ്ടങ്ങളിൽ നിന്നും വീണ്ടെടുത്ത ഗ്രീക്ക് ദേവതയുടെ പൗരാണിക വെങ്കല ശില്പത്തിന്റെ പേര് ഡയാന. ബഹിരാകാശത്തിന്റെ അതിർരേഖയായിട്ടുള്ള കർമ്മൻ രേഖ കടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിത കാഴ്സൺ കിച്ചൻ ആണ്. പാരീസ് പാരാലിമ്പിക്സിൽ ബാഡ്മിന്റൺ SL4 വിഭാഗത്തിൽ വെള്ളി മെഡൽ സ്വന്തമാക്കിയത് സുഹാസ് രതിരാജ്. പാരാലിമ്പിക്സിൽ കായിക പ്രേമികളെ ബുൾസൈ ഷോട്ടിലൂടെ അമ്പരിപ്പിച്ച അമ്പെയ്ത്ത് താരമാണ് ശീതൽ ദേവി. ദീർഘദൂര കുതിരയോട്ടത്തിലെ ലോക ചാമ്പ്യൻഷിപ്പ് FEI എൻഡുറൻസ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന ആദ്യ ഭാരതീയ വനിത നിത അഞ്ജും ചേലാട്ട്. അന്താരാഷ്ട്ര നാളികേര ദിനം സെപ്റ്റംബർ 2-നായിരുന്നു. ദുരിതമനുഭവിക്കുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും പരിചരണയും പിന്തുണ നൽകുന്നതിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഹെൽപ്പ് ഡെസ്ക് ആണ് സ്നേഹിത. മത്സ്യത്തൊഴിലാളികളുടെ അവരുടെ അനുബന്ധ വിവരങ്ങളും കുടുംബത്തിലെ വിവരങ്ങളൊക്കെ അറിയുന്നതിനായിട്ട് സജ്ജമാക്കിയ ആപ്പാണ് ഫിംസ്. കേരള തീരദേശ വികസന കോർപ്പറേഷൻ തയ്യാറാക്കുന്ന ഉണക്ക മത്സ്യ ബ്രാൻഡാണ് ഡ്രിഷ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ മേഖലയിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് സ്ഥാപിച്ചത് ഹിസാർ. ഇന്ത്യയുടെ ആദ്യത്തെ മൾട്ടി പർപ്പസ് ഗ്രീൻ ഹൈഡ്രജൻ പൈലറ്റ് പ്രോജക്ട് ഉദ്ഘാടനം ചെയ്തത് നാത്പ ജാക്രി ജലവൈദ്യുത നിലയത്തിലാണ്. ഇന്ത്യയിലെ ഏത് നഗരത്തിലാണ് ഗൂഗിളിന്റെ AI ലാബ് നിലവിൽ വരുന്നത്? ചെന്നൈയിലാണ്. സംസ്ഥാന ക്ഷേത്രകലാ അക്കാദമിയുടെ 2022 ക്ഷേത്രകലാശ്രീ പുരസ്കാരത്തിന് അർഹയായത് KS ചിത്ര. മുടിയറകൾ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ഫ്രാൻസിസ് നൊറോണയാണ്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ചെയർമാനായിട്ട് ചുമതലയേറ്റത് V സതീഷ് കുമാറാണ്. T20യിൽ ഒരു കലണ്ടർ വർഷം ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ താരം നിക്കോളാസ് പൂരനാണ്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ചെയർമാനായിട്ട് ചുമതലയേറ്റത് V സതീഷ് കുമാർ. അതുപോലെ തന്നെ പാരാലിമ്പിക്സ് ബാഡ്മിന്റണിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരം നിതേഷ് കുമാറാണ്. ജാവലിൻ റെക്കോർഡോടുകൂടി സ്വർണം നേടിയത് സുമിത് ആൻഡിലാണ്. പാറ്റ പുരസ്കാരം 2024 ലഭിച്ച നമ്മുടെ കേരള ടൂറിസത്തിനാണ്. സ്മാർട്ട് വ്യവസായ നഗര ഇടനാഴിയിൽ കേന്ദ്രത്തിന്റെ അനുമതി ലഭിച്ച കേരളത്തിലെ ജില്ല പാലക്കാടാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഇനി ജോലി സ്ഥലത്ത് സ്ത്രീകൾക്കെതിരായിട്ടുള്ള ലൈംഗിക പീഡന പരാതികൾ രജിസ്റ്റർ ചെയ്ത് അത് അന്വേഷിക്കാനായിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് ഷീബോക്സ്. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ഏകീകൃത പെൻഷൻ പദ്ധതി നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനം മഹാരാഷ്ട്രയാണ് നമ്മൾ പറഞ്ഞു. പാരാലിമ്പിക്സിലെ അത്ലറ്റിക്സിൽ രാജ്യത്തിന്റെ ആദ്യ മെഡൽ നേട്ടം പ്രീതി പാലനാണ്. പാരാലിമ്പിക്സിൽ വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ ഷൂട്ടിംഗിൽ സ്വർണ്ണ മെഡൽ നേടിയത് അവനി ലഖാരയാണെന്ന് നമ്മൾ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സിംഗപ്പൂർ സന്ദർശന വേളയിൽ എത്ര ധാരണാപത്രങ്ങൾ ഒപ്പിട്ടു എന്ന് ചോദിച്ചാൽ 4 എണ്ണമാണ്. സംസ്ഥാനത്തെ ആദ്യ ഓപ്പൺ ബുക്ക് പരീക്ഷ നടത്തുന്ന സർവകലാശാല ശ്രീനാരായണ ഗുരു സർവകലാശാല. വ്യവസായ നിക്ഷേപ സൗഹൃദ സംസ്ഥാനങ്ങളുടെ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനം നേടിയത് കേരളമാണ്. ഇനി 2024 സെപ്റ്റംബറിൽ അന്തരിച്ച ചലച്ചിത്ര നിരൂപക അരുണ വാസുദേവ്. ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രി മിഷേൽ ബാർണിയാണ്. പാരാലിമ്പിക്സിൽ വനിതകളുടെ ബാഡ്മിന്റൺ SU5 വിഭാഗത്തിൽ വെള്ളി മെഡൽ കരസ്ഥമാക്കിയ ഇന്ത്യൻ താരം തുളസിമതി മുരുകേശൻ. പുരുഷന്മാരുടെ ഡിസ്കസ് ത്രോ F5-6 വിഭാഗത്തിൽ വെള്ളി മെഡൽ സ്വന്തമാക്കിയ ഇന്ത്യൻ താരം യോഗേഷ് കത്തൂനിയാണ്. പുരുഷന്മാരുടെ ഹൈ ജമ്പ് T47 വിഭാഗത്തിൽ വെള്ളി മെഡൽ സ്വന്തമാക്കിയ ഇന്ത്യൻ താരം നിഷാദ് കുമാറാണ്. ജാവലിൻ ത്രോ F46 വിഭാഗത്തിൽ വെള്ളി മെഡൽ കരസ്ഥമാക്കിയ ഇന്ത്യൻ താരം അജിത് സിംഗ് ആണ്. ഹൈ ജമ്പ് T63 വിഭാഗത്തിൽ വെള്ളി മെഡൽ കരസ്ഥമാക്കിയ ഇന്ത്യൻ താരം ശരത് കുമാറാണ്. വനിതകളുടെ 400 മീറ്റർ T20 വിഭാഗത്തിൽ ഇന്ത്യക്കായിട്ട് വെള്ളി മെഡൽ സ്വന്തമാക്കിയത് ദീപ്തി ജീവൻജിയാണ്. അമ്പെയ്ത്തിൽ മിക്സഡ് ടീമിനത്തിൽ ഇന്ത്യക്കായിട്ട് വെള്ളി മെഡൽ ലഭിച്ചത് രാകേഷ് കുമാർ ശീതൽ ദേവി. പുരുഷന്മാരുടെ ക്ലബ് ത്രോ F51 സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത് ധരംബീർ ആണ്. സാഫ് അണ്ടർ 20 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീട ജേതാക്കൾ ബംഗ്ലാദേശാണ്. ഇനി ലോക അധ്യാപക ദിനം സെപ്റ്റംബർ 5. DRDOയുടെ ഡയറക്ടർ ജനറൽ ആയിട്ട് നിയമിതയായത് ഡോക്ടർ K രാജലക്ഷ്മി മേനോനാണ്. ബലാത്സംഗത്തിന് വധശിക്ഷ നടപ്പിലാക്കുന്നതിനുള്ള ബിൽ പാസാക്കിയ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. ഡെങ്കിപ്പനിയെ മഹാമാരിയായിട്ട് പ്രഖ്യാപിച്ച സംസ്ഥാനം കർണാടകയാണ്. കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് രാജിവെച്ചതിനെ തുടർന്ന് ആ സ്ഥാനത്തേക്ക് വന്നത് പ്രേംകുമാർ ആണ്. പാരാലിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ അമ്പെയ്ത്ത് താരം ഹർവീന്ദർ സിംഗ്. ലോകബാങ്കിന്റെ കണക്ക് പ്രകാരം 2024-25 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചാ നിരക്ക് 7%. ഇനി നമുക്ക് 5 ചോദ്യങ്ങൾ കൂടെയാണ് ഉള്ളത്. അതിന് നിങ്ങളാണ് ആൻസർ പറയേണ്ടത്. നമ്മൾ ഇത്ര നേരം പഠിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ആദ്യത്തെ ചോദ്യമാണ്.
നിങ്ങൾക്ക് ആൻസർ പറയാം. തമിഴ്നാട്, കേരള, കർണാടക, ആന്ധ്രാപ്രദേശ്. രണ്ടാമത്തെ, സ്റ്റെയിൻലെസ് സ്റ്റീൽ മേഖലയിലെ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് സ്ഥാപിച്ചത് ആരാണ്? ഹിസാർ, പാട്ന, ചെന്നൈ, കൊച്ചി. സ്ഥാപിച്ചത് എവിടെയാണ്? ഹിസാർ, പാട്ന, ചെന്നൈ, കൊച്ചി. ഓക്കെ, 4 കറക്റ്റ് ആൻസർ പറയുക. അടുത്തത്, ശരിയായ പ്രസ്താവന കണ്ടെത്തുക. നിതേഷ് കുമാർ 2024 പാരാലിമ്പിക്സിൽ ബാഡ്മിന്റൺ സ്വർണം നേടി. പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് 2ാം സ്വർണമാണ് നമ്മുടെ നിതേഷ് കുമാർ നേടിക്കൊടുത്തത്. പാരീസ് പാരാലിമ്പിക്സിൽ. പഞ്ചാബ് സ്വദേശിയാണ് നിതേഷ് കുമാർ. ഇതിലേതാണ് ശരിയായ പ്രസ്താവന? നിങ്ങൾ ആൻസർ പറയുക. നമ്മളിന്ന് പഠിച്ചതാണ്. T20 ഒരു കലണ്ടർ വർഷം ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ താരമാരാണ്? ക്രിസ് ഗെയില്, നിക്കോളാസ് പൂരൻ, രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി. അടുത്തത് ലാസ്റ്റ് വൺ. 2024 അപരാജിത വുമൺ ആൻഡ് ചൈൽഡ് ബിൽ അവതരിപ്പിച്ച സംസ്ഥാനം? ബംഗാൾ, കർണാടക, തെലങ്കാന, ബംഗാൾ, കേരളം, തെലങ്കാന, കർണാടക. അപ്പൊ നിങ്ങൾ ഈ 5 ക്വസ്റ്റിനും ആൻസർ കമന്റ് ചെയ്യുക. ഒപ്പം ആദ്യം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, പറയാനായിട്ട് മറക്കാതിരിക്കുക. നമുക്കിനി വീണ്ടും അടുത്ത വീക്കിലി കുറച്ചുകൂടി വെറൈറ്റി ആയിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തി കൊണ്ടുവരാം. താങ്ക്